ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പം കഴിഞ്ഞ ദിവസം ഓൾറെഡി നമുക്ക് നേരത്തെ അറിയാമായിരുന്നു അനീഷിന് ഡോക്ടർ റോയി 10 lakhs rupees കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം ആൾ കാലിക്കറ്റിൽ വരണമെന്ന് പറഞ്ഞു, അങ്ങനെ കൊടുക്കുകയും ചെയ്തു. അത് നമ്മൾ ന്യൂസ് എല്ലായിടത്തും കണ്ടതാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ 2 ദിവസമായിട്ട് ഇതിങ്ങനെ ചർച്ചയാണ്. അതായത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ റോയി, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ സീസണിലൊക്കെ ടൈറ്റിൽ വിന്നറിനെ സ്പോൺസർ ചെയ്യുന്ന ഡോക്ടർ റോയി, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഡോക്ടർ റോയി 10 ലക്ഷം രൂപ അനീഷിന് കൊടുക്കുന്നു. പേഴ്സണലി നമുക്കെല്ലാവർക്കും സന്തോഷം തന്നെയാണ്. അനീഷിന് കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞു. അപ്പം ഓരോരുത്തരും അവരവരുടേതായ ലൈഫിലേക്ക് പോവുകയാണ്. അനീഷാണെങ്കിലും അനുമോളാണെങ്കിലും ഷാനവാസിക്കയാണെങ്കിലും എല്ലാവരും അവരവരുടെ ലൈഫിലേക്കാണ് പോയേക്കുന്നത്. അപ്പം ഞാനിവിടെ വീഡിയോ ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ കൊടുത്തതിന് ശേഷം ഒരുപാട് പേര് പല രീതിയിലും പ്രതികരിക്കുന്നുണ്ട്. അപ്പം അത് രജിത് കുമാർ എന്ന് പറയുന്നത് അറിയാമല്ലോ, അത് സീസൺ 2 പാതി വഴി നിന്ന് പോയ സീസൺ 2 മുളക് പൊടി കണ്ണിൽ വെതറിയിട്ട് എവിക്ഷൻ നടത്തിപ്പോയ ആൾ. ആ ആൾ രജിത് കുമാർ സാറ് വന്നിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ആളുടെ വീഡിയോയിൽ ആൾ കൺഗ്രാജുലേഷൻ ചെയ്യുന്നുണ്ട്, ആളുടെ നിന്ന് ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ആൾ പറയുന്നുണ്ട് സീസൺ 2 കോൺഫിഡൻറ്റ് ഗ്രൂപ്പായിരുന്നു അവർക്ക് കൊടുക്കേണ്ടത്, ഫ്ലാറ്റും ഒക്കെ, പക്ഷെ അതൊന്നും കൊടുത്തിരുന്നില്ല. എന്ന് വെച്ചാൽ ആദ്യമേ ഒന്ന് അഭിനന്ദിച്ചിട്ട് വീണ്ടും അവരുടെ സീസണിലെ കാര്യം വന്ന് അവർക്കൊന്നും കൊടുത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, രജിത് കുമാർ സാറിൻ്റെ വീഡിയോസ്, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 നടക്കുമ്പോൾ തന്നെ ഉള്ള വീഡിയോസ് എന്ന് പറയുന്നത് അനീഷിനെയോ ഷാനവാസിക്കനെയോ ബാക്കി ആരെയും സപ്പോർട്ട് ചെയ്ത് ഒരു സംസാരവും സംസാരിച്ചിട്ടില്ല. ഈവൻ ദോ അവരത് ശരിയാവുന്ന ടൈമിൽ പോലും അവരെ പറ്റി ഒരു നല്ല വാക്കുകൾ പറഞ്ഞിട്ടില്ല. ആകപ്പാടെ നെവിനും അക്ബറിനെയും പറ്റി മാത്രമാണ് ഈ രജിത് കുമാർ സാർ ഇച്ചിരിയെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ട്. അവരെ ആയിരുന്നു ഏറ്റവും ഇഷ്ടം. അപ്പം അവരെന്ത് തെറ്റ് ചെയ്താലും രജിത് കുമാർ സാറിന് അവർ തെറ്റായിട്ട് പറയത്തില്ല, ബാക്കിയുള്ള ടീംസാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയായിരുന്നു പൊതുവേ അങ്ങേരുടെ വീഡിയോസൊക്കെ. അപ്പം അനീഷിനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പിന്നെ കണ്ട് വന്നപ്പോഴാണ് ലാസ്റ്റ് പുള്ളിക്കാരൻ പറയുന്നത്, ഇയാളുടെ പറയാതെ പറയുന്നത് എന്നാൽ അയാൾക്കും 10 ലക്ഷം രൂപ വേണമെന്ന് പറയാതെ അയാൾ പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇതിന് വേറൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അനുമോൾ വിന്നറായി. അനുമോളിന് 42 ലക്ഷത്തി സംതിങ് രൂപ കിട്ടി. അതും കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് കൊടുക്കുന്നത്. അത് ഓൾറെഡി കഴിഞ്ഞോടെ. ഇനി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഡോക്ടർ റോയി എന്ന് കുറച്ച് ദിവസങ്ങളിലേക്ക് ചർച്ച ചെയ്യണമെങ്കിൽ, ഈ ഡോക്ടർ റോയി അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പായ ഡോക്ടർ റോയിക്കും PR ടീംസ് ഉണ്ട്. അല്ലാതെ ഇന്ന മേഖല ബിഗ് ബോസ് മലയാളം സീസൺ 7 മാത്രമല്ല PR ടീംസ് ഉള്ളത്. ഓരോ വലിയ ബിസിനസ്സുകാർക്കും അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PR ടീംസ് ഉണ്ട്. അപ്പോൾ ഈ PR ടീംസ് നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ, അതായത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നും ഡോക്ടർ റോയി എന്നും 2-3 ദിവസത്തേക്ക് ചർച്ച ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അനീഷിന് 10 ലക്ഷം രൂപ, സാധാരണക്കാരൻ എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്, സാധാരണക്കാരനായ അനീഷിന് 10 ലക്ഷം രൂപ കൊടുക്കാമെന്നുള്ളൊരു ചിന്ത PR ടീംസാണ് കൊണ്ടുവന്നത്, അവങ്ങരുടെ PR ടീംസ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം 2 ദിവസത്തേക്ക് ഇപ്പോൾ ചർച്ചയായി വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ സംഭവം കൊടുത്തത്. അപ്പോൾ അതും അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും വരുന്നില്ല. മനസ്സിലായോ? അപ്പം അത് ഓരോരുത്തരുടെയും, അതായത് ഒരു ബിസിനസ് ഇപ്പോൾ തുടങ്ങുന്ന ഒരാൾക്കാരാണെങ്കിൽ തന്നെ, അല്ല ബിസിനസ് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അവർക്കും PR ടീംസ് ഉണ്ട്. അവർ അവരുടേതായ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഓരോന്ന് ചെയ്യും. അപ്പം പലരും പല രീതിയിലുള്ള പ്രതികരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, അനുമോളുടെ വിന്നിങ്ങിൻ്റെ എമൗണ്ടിൽ നിന്നാണ് ഈ 10 ലക്ഷം കൊടുത്തതെന്ന്. അതൊരു തെറ്റായ ഫോൾട്ടാണ്. അതായത് അനുമോൾക്ക് കിട്ടിയ 42 ലക്ഷം രൂപ വേറെ, ഇത് 10 ലക്ഷം രൂപ വേറെ. അതിൽ നിന്നൊരു വിന്നിങ് എമൗണ്ടിൽ നിന്നല്ല ആൾറെഡി കൊടുത്തിരിക്കുന്നത്. അതൊരു തെറ്റായ പ്രചരണമാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹനീഷ് ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അനുമോളായിക്കോട്ടെ, ആദില, നൂറ, നെവിൻ, അക്ബർ, ആരും ആയിക്കോട്ടെ, ഇവർ എല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞു.
സത്യം പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം അവർ അവരുടേതായ രീതിയിലേക്ക് പോവുകയാണ്. പിന്നെയും ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്താ പറയുക, കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടാണെങ്കിലും എപ്പിസോഡ് പോയി കണ്ടു നോക്കുക, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എപ്പിസോഡ് പോയി കണ്ടു നോക്കുക, അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ടീംസ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആരുടെയെങ്കിലുമൊക്കെ PR ടീംസ് ആയിരിക്കും. എനിവേ, സ്റ്റേ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.